ഇന്നത്തെ നമ്മുടെ റെസിപ്പി കസ്റ്റർഡ് പൗഡറാണ്. കടകളിൽ കിട്ടുന്ന കസ്റ്റർഡ് പൗഡറിനേക്കാളും രുചിയിൽ വീട്ടിൽ തന്നെ എങ്ങനെ കസ്റ്റർഡ് പൗഡർ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാരയൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വനില എസൻസിന് പകരം വേറെ ഏതെങ്കിലും എസൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏലക്കാപ്പൊടിയോ എന്ത് വേണമെങ്കിലും ഇതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് എസൻസ് വേണമെങ്കിലും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് കോൺഫ്ലവറും. പിന്നെ വേണ്ടത് നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കിനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കളർ യൂസ് ചെയ്യാം, പക്ഷേ ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും മഞ്ഞൾപ്പൊടി അവൈലബിൾ ആണ്. അതാണ് ഹെൽത്തി ഓപ്ഷനും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതേപോലെ മഞ്ഞൾപ്പൊടിയുടെ കുത്തൽ ചൊവ്വ അങ്ങനെ ഒന്നും ഇതിലുണ്ടാകുന്നില്ല. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. കാരണം നമ്മൾ 1/4 ടീസ്പൂൺ മാത്രമേ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുന്നുള്ളൂ. അത് തന്നെ ആവശ്യത്തിലധികം കളറും തരും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കാരണം എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മളത് പാലിനകത്ത് അലിയിപ്പിക്കുമ്പോൾ അത് അലിയാതെ കിടക്കും. ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ ഹോം മെയ്ഡ് കസ്റ്റർഡ് പൗഡർ ഇവിടെ റെഡിയായി. ഇനി ഇതുകൊണ്ട് എങ്ങനെ കസ്റ്റർഡ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റർഡ് പൗഡറിൽ നിന്ന് 5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പാലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ആ ചെറിയ ചൂടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കസ്റ്റർഡ് പൗഡർ കട്ടകളൊന്നും ഇല്ലാതെ ഞാനിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ട് ചൂടായതിന് ശേഷം തിളയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കണം, കാരണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ടയായി പോവും. ഇനി പാല് തിളച്ചതിന് ശേഷം ഒരു 1 മിനിറ്റോളം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ഒരു പാകത്തിനാണ് കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതൊരു കുറച്ചും കൂടെ കട്ടിയായി കിട്ടുന്നതാണ്. അത് മതി. ഇനി കുറച്ചുകൂടെ കൂടുതൽ കൊഴുപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആദ്യമേ 5 ടേബിൾ സ്പൂണിന് പകരം 6 7 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കസ്റ്റർഡ് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു നന്നായിട്ട് പഴുത്ത ഒരു പഴം, പിന്നെ ഒരു വലിയ ആപ്പിള് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 1.5 കപ്പ് സ്ട്രോബെറി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം അത് നല്ലൊരു ടേസ്റ്റാണ് കസ്റ്റർഡിന്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സിനെല്ലാം കുറച്ചൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. തീരെ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മധുരം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഈ പഴം അതിലേക്ക് കസ്റ്റർഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വെള്ളച്ചോവ് പോലെ ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രൂട്ട്സും പഞ്ചസാരയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കസ്റ്റർഡ് ആറിയതിന് ശേഷം ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. കൂടുതൽ കുക്കിംഗ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.